പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടുവാൻ, ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം, പുത്തൻ പുലരി കൂടി കാണുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ആയുസ്സും ആരോഗ്യവും ശേഷിപ്പിച്ചു മാത്രമല്ല, കർത്താവ് നമ്മളെ ഈ ഭൂപ്പരപ്പിൽ നിർത്തുകയും ആവശ്യമാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും വായുവും വെള്ളവും ആഹാരവും നിത്യവൃത്തിക്ക് ആവശ്യമാകുന്ന എല്ലാം, അതിനപ്പുറത്ത് നമ്മുടെ ഓരോ ആവശ്യങ്ങളും നമ്മളെ പരിപാലിച്ച് നിലനിർത്തിയ എല്ലാ അനുഗ്രഹത്തിനും നന്മയ്ക്കും ദൈവത്തിൻ്റെ കരുണയ്ക്കും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രഭാതം പ്രാർത്ഥനയോടുകൂടി ദൈവവചന ധ്യാനത്തിനായി നമ്മുടെ ചിന്തയെ വേദപുസ്തകത്തിലേക്ക് തിരിക്കാം. ആധാരമായി ഒരു വാക്യം വായിക്കാൻ താല്പര്യപ്പെടുന്നു. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. രൂത്ത് ചാപ്റ്റർ 2 വേഴ്സ് 12. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഇതിനകത്ത് സംസാരിച്ചിട്ടുള്ള വചനമാണ്. ഇത് ആരോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇത് കൃത്യമായിട്ട് അറിയാം. രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ചാർച്ചക്കാരനായ ബോവസ്, ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ വീണ്ടെടുപ്പുകാരനായ ബോവസ് രൂത്ത് എന്ന് പറയുന്ന വിജാതീയ പെൺകുട്ടിയോട്, ആ പുറംജാതിക്കാരിയായ മോവാബി പെൺകുട്ടിയോട് പറയുന്ന വാക്കുകളാണ്. ഇത് പ്രസക്തമായ വാക്കുകളാണ്. കാരണം രൂത്ത് എന്ന് പറയുന്ന സ്ത്രീ മോവാബിൽ നിന്ന്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ മുന്നു പിന്നു നോക്കാതെ എന്നൊക്കെ പറയുന്ന പോലെ, ഒരു മുന്നോട്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കാതെ ആയ നവോമിയുടെ കൂടി ഇറങ്ങി പുറപ്പെട്ട് ഇസ്രയേൽ രാജ്യത്ത് വന്നു പാർക്കുമ്പോൾ അവിടെ തൻ്റെ ഏറ്റവും അടുത്ത വീണ്ടെടുപ്പുകാരനായ ആ ബോവസിന്റെ, അപ്പോൾ തന്നെ ആ ധനാഢ്യനായ ബോവസിന്റെ വയലിൽ ചെന്ന്, അന്ന് ദൈവനിയോഗപ്രകാരം എന്ന് പറയാം, ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ ചെല്ലുവാനിടയായി. അവിടെ കറ്റ പെറുക്കുന്നവളായി അമ്മാവിയമ്മയ്ക്കും തനിക്കും വേണ്ടി ഉപജീവന മാർഗത്തിന് വേണ്ടി കറ്റ പെറുക്കി കാലാപെറുക്കി ഉപജീവനത്തിന് വേണ്ടി നടന്നു ചെല്ലുമ്പോൾ അവളെ കണ്ടിട്ട് ആരാണിവളെന്ന് അന്വേഷിച്ച്, അവള് നവോമിയുടെ കൂടെ വന്നിരിക്കുന്ന മകൾ രൂത്താണെന്ന്, നവോമിയുടെ മരുമകളായ രൂത്താണെന്ന് മനസ്സിലാക്കി അവൾക്ക് വേണ്ടിയ എല്ലാ സഹായങ്ങളും കാര്യങ്ങളും അവരുടെ ജോലിക്കാരോട് പറഞ്ഞ്, ബാല്യക്കാര്യത്തിലോട് പറഞ്ഞ് ചെയ്തു കൊടുത്ത ബോവസ് അവളുമായിട്ട് പരിചയപ്പെട്ട് അവളുടെ സ്വഭാവവും അവളുടെ പ്രകൃതവും അവളുടെ നടപ്പും കണ്ട് അവളുള്ള സാക്ഷ്യം മനസ്സിലാക്കി അവളോട് പറഞ്ഞ ഒരു വാചകമാണ്, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകി നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറയുന്നത്. ഈ വചനം പറയുമ്പോൾ അവൾ കാലാപെറുക്കുന്ന ഒരുവളാണ്. ഈ വചനം പറയുമ്പോൾ അവൾ ഭർത്താവ് മരിച്ചുപോയ ഒരുവളാണ്. ഈ വചനം പറയുമ്പോൾ അവള് ഒരുപക്ഷെ പുറംജാതിക്കാരി 10-ാം തലമുറ പോലും ആലയത്തിൽ കയറരുത്, പാളയത്തിനകത്ത് വരരുത് എന്ന് ശാപമുള്ളവളാണ്. ഈ വചനം പറയുമ്പോൾ അവൾക്ക് ഒരു കാരണവശാലും മോവാബിൽ നിന്ന് വരാൻ പറ്റാത്ത ഒരു പുറംജാതി എന്ന് എണ്ണപ്പെട്ടിരിക്കുന്ന സ്ത്രീയാണ്. ഈ വാക്ക് കേൾക്കുമ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്നവളാണ്. ഈ വാക്ക് കേൾക്കുമ്പോൾ ഉപജീവനത്തിലുള്ള നിത്യവൃത്തിക്കുള്ളത് എങ്ങനെ ഒപ്പിക്കുമെന്ന് വിചാരിച്ച് കഷ്ടപ്പെടുന്ന ഒരുവളാണ്. എന്നാൽ ഈ വചനം കേൾക്കുമ്പോൾ ആ വാക്കിനകത്ത് വാക്യത്തിനകത്ത് 2-3 വാക്കുകൾ അടങ്ങിയിട്ടുണ്ട്. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇനി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആദ്യത്തെ വാക്ക് നീ കേൾക്കട്ടെ, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. 1. 2, നീ ആശ്രയിക്കുന്നത് എവിടെയാ? ബോവസ് എന്ന് പറയുന്ന മനുഷ്യനിലാണ്? അല്ല, ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ അടിയിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇത് ആശ്രയത്തിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് പറയുന്നത് വെറും വാക്കായില്ല, ഇത് പറഞ്ഞതുപോലെ സംഭവിക്കും. നിത്യവൃത്തിക്ക് അന്നമന്വേഷിച്ചു നടക്കുന്ന കാലാപെറുക്കുന്നവളായ രൂത്ത്, പ്രതീക്ഷ നഷ്ടപ്പെട്ടവൾ പുറംജാതിക്കാരി, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് എല്ലാ വാതിലും കൊട്ടിയടയ്ക്കപ്പെട്ട് മുൻപിൽ ഒരു പ്രതീക്ഷയില്ലാതിരിക്കുന്ന അവളോട് പറഞ്ഞ വാക്കുകളാണ്. പക്ഷെ കാര്യം പറഞ്ഞതുപോലെ സംഭവിക്കുന്നു. അവളോട് പറഞ്ഞു, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം തരട്ടെ. അവളൊരു വാക്ക് പറഞ്ഞ് ഇറങ്ങിയത് നവോമിയോട് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം.
നീ പോകുന്നിടത്ത് ഞാനും വരും. ആ ദൈവം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട അവളോട് പറഞ്ഞത് ആ വാക്ക്, നിന്റെ പ്രവർത്തിക്ക്. നീ ഒന്നും നോക്കാതെ ദൈവത്തെ നോക്കി അമ്മാവിയുമേ നോക്കി ഇറങ്ങി പുറപ്പെട്ടില്ലേ, ആ പ്രവർത്തിക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം തരട്ടെ. രണ്ട്, നീ ആശ്രയിച്ചിരിക്കുന്നത് അമ്മാവിയമ്മ നവോമിയിലല്ല, വീണ്ടെടുപ്പുകാരൻ ബോവസിലല്ല, മറിച്ച് ഇസ്രയേലിന്റെ ദൈവമായ യഹോവയിലാണ്. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ആശ്രയിച്ചിരിക്കുന്നത്; രണ്ട്, അവളുടെ പ്രവൃത്തി. ഇത് 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 കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് സംഭവിക്കുന്നു. ഭാഗ്യവശാൽ അവൾ എത്തിയത് ബോവസിന്റെ വയലിൽ. പിന്നീട് ചാർച്ചക്കാരനായി, വീണ്ടെടുപ്പുകാരനായി ബോവസ് അവളെ വീണ്ടെടുത്ത് ആ വയലില് ആ ബോവസിന്റെ ഭാര്യയായി മാറുമ്പോൾ ഒരു വസ്തുത പറയാം, അവള് കാലാപെറുക്കിയ വയലിന്റെ ഉടമസ്ഥാവകാശം അവളുടെ മേലായി. ഇന്ന് ബാല്യക്കാരുത്തികൾ പോലും ഓടിച്ചുവിടുന്ന കാലാപെറുക്കാൻ അവകാശമില്ലാതെ അന്നത്തിന് തട്ടിമുട്ടി അവിടെ ചെല്ലുന്ന അവള് ബാല്യക്കാരുത്തികളെ അവരുടെ മുകളില് എവിടെ കാലാപെറുക്കിയോ അതിന്റെ ഉടമയായി മാറി. പ്രോമിസ് ഇതാണ്: നിന്റെ ദൈവമായ യഹോവ നിന്റെ പ്രവർത്തിക്ക് നിന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം തരട്ടെ. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ അടിയിൽ ആശ്രയിക്കുന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം തരട്ടെ. ഇന്ന് കുഞ്ഞെ, നിന്റെ സാഹചര്യങ്ങളെല്ലാം എഗനസ്റ്റ് ആയാലും, നിനക്ക് മുന്നോട്ടൊരു പ്രതീക്ഷയില്ലാതെയും, എല്ലാ വഴികളും കൊട്ടിയടയ്ക്കപ്പെട്ടാലും, സാഹചര്യങ്ങൾ കൊണ്ട്, സമ്മർദ്ദം കൊണ്ട് നിന്റെ വഴികൾ നാല് സൈഡിലും അടഞ്ഞിരിക്കുമ്പോഴും ഭാരപ്പെട്ടു പോകരുത്. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ അടിയിലാണോ നീ ആശ്രയിച്ചിരിക്കുന്നത്? മടുത്തു പോകരുത്. യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരും. നിന്റെ സാഹചര്യം, നിന്റെ കുലം, നിന്റെ അവസ്ഥകൾ ദൈവത്തിന് പ്രശ്നമല്ല, അത് മുഴുവൻ നിന്റെ ലിമിറ്റാണ് എന്ന പരിധിയില്ലാത്ത, വേലിയില്ലാത്ത, പരിമിതിയില്ലാത്ത ദൈവം നിന്റെ അടുക്കൽ എന്നാൽ പരിമിതിയില്ലാത്ത ഈ ദൈവം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. നിന്റെ അടുക്കൽ വന്ന് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് പൂർണ്ണ പ്രതിഫലം. ആദ്യത്തെ വാക്കുണ്ട്, നിന്റെ പ്രവർത്തിക്ക് യഹോവ നിനക്ക് പകരം നൽകട്ടെ. കുഞ്ഞെ, നീ വേദനപ്പെടുമ്പോൾ, നീ സങ്കടപ്പെടുമ്പോൾ, നിന്നെ മാറ്റി നിർത്തുമ്പോൾ ഒറ്റപ്പെട്ട സാഹചര്യത്തിനകത്ത് നീ ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കിയതെങ്കിൽ, നീ ചെയ്യേണ്ട നീതി, അമ്മാവിയമ്മയുടെ കൂടെ നിന്ന നീതി നീ നിവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ വാക്ക് കേക്ക്. നിന്റെ പ്രവർത്തിക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം തരും. നീ ഒന്ന് വിശ്വസിച്ച്, നിന്റെ പ്രവർത്തിക്ക് ദൈവം പൂർണ്ണ പ്രതിഫലം തരും. നീ വിശ്വസിക്കട്ടെ, നിന്റെ പ്രവർത്തിക്ക് ദൈവം പൂർണ്ണ പ്രതിഫലം തരും. നിന്റെ പ്രവർത്തിക്ക് ദൈവം പൂർണ്ണ പ്രതിഫലം തരും. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. നിന്റെ പ്രവർത്തിക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവത്തിന്റെ കരത്തിലാണ് നീ ഇരിക്കുന്നത്. നീ ആരാണെന്നുള്ളത് ദൈവത്തിന് പ്രശ്നമല്ല. നീ എവിടെയാണെന്നുള്ളതും, നീ ഒറ്റപ്പെട്ടവളാണോ, നീ എങ്ങനെയായിരിക്കും എന്നുള്ളത് ദൈവത്തിന് പ്രശ്നമല്ല. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. നിനക്ക് വേണ്ടി പ്രവർത്തി ചെയ്യുന്ന ദൈവം, നിനക്ക് വേണ്ടി പ്രതിഫലം തരുന്ന ദൈവം, നിന്നെ കാണുന്ന ദൈവം, അത് നിനക്ക് വേണ്ടി കരുതലുണ്ട്. നീ കാലാപെറുക്കി അന്നത്തിന് മുട്ടുന്ന ഇടം, നീ വയലിൽ നീ സ്വന്തമാക്കുന്ന അത് ദൈവത്തിന്റെ പദ്ധതിയാ. യഹോവയിൽ ആശ്രയിച്ചിരിക്കുന്ന അവൻ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുകി നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വാക്ക് അങ്ങനെ തന്നെ ജീവിതത്തിനകത്ത് സംഭവിക്കട്ടെ. യഹോവ നിന്റെ പ്രവർത്തിക്ക് പൂർണ്ണ പ്രതിഫലം തരട്ടെ. ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട് എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യഹോവ പൂർണ്ണ പ്രതിഫലം നൽകി ഈ ജനത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യഹോവ കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുന്നു, അസാധാരണമായ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു. കർത്താവെ, ഇവരെ അനുഗ്രഹിക്കുന്നു. യഹോവ പൂർണ്ണ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനുഭവത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചിറകടി നമ്മളെല്ലാവരെയും പരിപാലിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.